കോടതി വിധിക്ക് പിന്നാലെ അഡ്ഹോക് കമ്മിറ്റി കൺവീനർ സ്ഥാനത്ത് നിന്ന് രമേശ് പിഷാരടി രാജിവെച്ചു. അമ്മ അഡ്ഹോക് കമ്മിറ്റി പ്രവർത്തനത്തിന് വിലക്ക് ഏർപ്പെടുത്തി മുൻസിഫ് കോടതി വിധിക്ക് പിന്നാലെയാണ് രാജി. ഇതിനിടെ ശ്വേതയും രമേശ് പിഷാരടിയും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തുവന്നു. ആരോപണ വിധേയർക്ക് ഇനിയും അവസരം നൽകില്ല എന്ന് പിഷാരടി പറയുന്നത് അമ്മ യോഗത്തിൽ നടന്നത് ആസൂത്രിത നീക്കമാണെന്ന് ശ്വേത വിശദീകരിക്കുന്നതും ഓഡിയോയിൽ വ്യക്തമാണ്. 3 പതിറ്റാണ്ടിലധികം പിന്നിട്ട മലയാള സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ അതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. പുതിയ ഭരണസമിതിയെ തീരുമാനിക്കാനായി തെരഞ്ഞെടുത്ത അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനം തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവാണ് വെള്ളിയാഴ്ച പുറത്തു വന്നത്. നടി ശ്വേതാ മേനോൻ നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് എറണാകുളം മുൻസിഫ് കോടതി ഉത്തരവിട്ടത്. ഉത്തരവിനോട് പ്രതികരിച്ച അഡ്ഹോക് കമ്മിറ്റി കൺവീനർ രമേശ് പിഷാരടി തൽസ്ഥാനം രാജിവെക്കുന്നതായി അറിയിച്ചു. അമ്മയെ കോടതി കയറ്റാൻ താല്പര്യപ്പെടുന്നില്ല, ഒരു സ്ഥാനത്തിന് വേണ്ടിയും കടിച്ചു തൂങ്ങുന്നില്ലെന്നും രമേശ് പിഷാരടി വ്യക്തമാക്കി. എൻ്റെ കോടതി അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിതിലങ്ങനെ എൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം കൂടെ കണക്കിലെടുത്ത് ഇതിലങ്ങനെ കടിച്ചു തൂങ്ങണം എന്ന് എനിക്ക് യാതൊരു ആഗ്രഹവും ഇല്ലാത്തത് കൊണ്ട് ഞാനും രാജിവെക്കാം, മാറാം, ബാക്കി ചുമതലകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നടന്നു പോട്ടെ. അതിനിടയിൽ ശ്വേതാ മേനോനും രമേശ് പിഷാരടിയും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ റെക്കോർഡിംഗ് പുറത്തു വന്നു. ആരോപണവിധേയരായ കമ്മിറ്റി തുടരുന്നത് ശരിയല്ലെന്നാണ് ഫോൺ സംഭാഷണത്തിൽ രമേശ് പിഷാരടി പറയുന്നത്. പറയാനുള്ള അവസരം ഉണ്ടാക്കിയിരിക്കും, അത് തരും, അത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരണമല്ലോ. രാജിവെച്ചു എന്ന് പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചിട്ട് പിഷു അത് പ്രൂവ് ചെയ്യാൻ എന്റെ അടുത്ത് ഒരുപാട് വീഡിയോസ് ഉണ്ട്. എന്നാൽ ജനറൽ ബോഡിയിൽ തങ്ങളെ ബോധപൂർവം അധിക്ഷേപിച്ചതായി ശ്വേതാ മേനോനും പറയുന്നുണ്ട്. മീറ്റിംഗ് തുടങ്ങണേന് മുമ്പ് തന്നെ ബാബു രാജേട്ടൻ തുടങ്ങി. പിഷു വേറെ ഏത് സ്ത്രീ ആണെങ്കിലും മനസ്സിലായോ, അത്ര നേരം നിൽക്കൂല. ഇനി ഒരു സ്ത്രീക്ക് സ്ഥാനം കിട്ടുമോ? സ്ത്രീകൾക്ക് ഒരു എന്തെങ്കിലും ഉണ്ടോ? സ്ത്രീകൾക്ക് ഒച്ച ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സ്ഥാപനമായി മാറിയിട്ടുണ്ട്. ഫോൺ സംഭാഷണം ലീക്കാക്കുകയല്ല, റിലീസാക്കുകയാണ് ചെയ്തതെന്ന് രമേശ് പിഷാരടി പ്രതികരിച്ചു. ശ്വേതാ മേനോന്റെ നടപടി വേദനിപ്പിച്ചെന്നും പിഷാരടി പറഞ്ഞു. ആ ഓഡിയോ നമ്മളൊരു രമ്യതയിൽ എത്തിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വർത്തമാനം പറയുന്ന അനുരഞ്ജന സംസാരങ്ങളുടെ ഓഡിയോ പുറത്തു വിട്ടതിൽ എനിക്കൊരു പേഴ്സണൽ ഇഞ്ചുറി, ഒരു വേദന ഉണ്ട്. ഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ട് നടിമാരായ ഉഷ ഹസീന, അൻസിബ ഹസൻ, മാലാ പാർവതി തുടങ്ങിയവർ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അമ്മയിലെ പ്രശ്നങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ വഷളായി വരികയാണ്. ഇതിന് പരിഹാരം ആര് കാണുമെന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു.